സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി മെഡിസിപ്പ് പദ്ധതി കുറ്റമറ്റതാക്കുക. പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക്. എല്ലാ പെൻഷൻകാർക്കും പണരഹിത ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക. മെഡിസിപ്പ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ഏറ്റെടുക്കുക. സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ പരാതി പരിഹാര സെൽ പ്രവർത്തനം ആരംഭിക്കുക. പെൻഷൻകാരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും ചികിത്സയുടെയും പേരിൽ ഇൻഷുറൻസ് കമ്പനി നടത്തുന്ന കൊള്ള അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി രൂപീകരിച്ച മെഡിസിപ്പ് പദ്ധതിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങൾ ഏറെ നാളായി നിലനിൽക്കുന്നു. തുടക്കത്തിൽ വലിയ പ്രതീക്ഷയ്ക്ക് ഇട നൽകിയ പദ്ധതിയായിരുന്നു ഇത്. എന്നാൽ പദ്ധതിയിൽ നിർബന്ധമായും ചേർക്കപ്പെട്ട പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ചികിത്സാ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ പദ്ധതിക്ക് മുന്നോട്ടു പോകാനായില്ല. ജനങ്ങൾക്കിടയിൽ ചികിത്സാ രംഗത്ത് വിശ്വാസ്യതയുള്ള ഒന്നാംകിട ആശുപത്രികൾ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടാതെ പോയി. ഉൾപ്പെട്ട ആശുപത്രികളിലെ എല്ലാ ചികിത്സാ വിഭാഗങ്ങളും ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നുമില്ല. ആശുപത്രികൾ ലാഭാധിഷ്ഠിതമായി ഏതെങ്കിലും ചില ചികിത്സയ്ക്ക് മാത്രമായി മെഡിസിപ്പ് പദ്ധതി സ്വീകരിച്ചു ഒന്നിലധികം രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളെ സമീപിക്കേണ്ട സാഹചര്യമാണുള്ളത്. മെഡിസിപ്പ് പദ്ധതിയിൽ ചേർന്നവർക്കുണ്ടാകുന്നത് ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിൽ ചികിത്സാ ചെലവിൻ്റെ പകുതി പണം പോലും പദ്ധതിയുടെ ഭാഗമായി വകവയ്ക്കുന്നില്ല. മെഡിസിപ്പ് ഉണ്ടെന്ന പേരിൽ രോഗികളെ ആകർഷിക്കുകയും 1-1.5 ലക്ഷം ചികിത്സാ ഫീസ് ഈടാക്കുകയും ചെയ്യുന്ന മെഡിസിപ്പ് പദ്ധതിയിൽ കേവലം 20,000 അതിനടുത്തോ ഉള്ള തുക മാത്രം വകകൊള്ളിക്കുകയും ബാക്കി തുക റൊക്കം പണമായി ഈടാക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഈ പദ്ധതിക്കെതിരെ വ്യാപക പരാതി പെൻഷനേഴ്സ് കൗൺസിൽ തന്നെ നിരവധി തവണ ഉന്നയിച്ചു. ആക്ഷേപമുള്ളവർക്ക് പരാതി ആരോട് പറയണമെന്ന് പോലും അറിയാത്ത കാര്യക്ഷമതയില്ലാത്ത അവസ്ഥയിലാണ്. ആശുപത്രി അധികൃതർ മെഡിസിപ്പ് ഓഫീസർ പരാതിപ്പെടാനാണ് പറയുന്നത്. മെഡിസിപ്പ് പദ്ധതിക്ക് കരാർ ഏറ്റെടുത്തിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ഡോക്ടർമാരാണ് ചികിത്സാ ചെലവ് നിർണ്ണയിക്കുന്നത്. ഇതും ആശുപത്രിയുടെ ബില്ലും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. ഒട്ടുമിക്ക ചികിത്സകളും കിടത്തി ചികിത്സ ആവശ്യമില്ല എന്ന പേരിൽ നിരസിക്കുകയാണ് പതിവ്. ആദ്യഘട്ട കരാർ പൂർത്തിയാക്കി മെഡിസിപ്പിന്റെ 2ാം ഘട്ടത്തിലാണ് പദ്ധതി ഇപ്പോൾ. ആദ്യഘട്ടത്തിലെ ന്യൂനതകൾ പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയാണ് 2ാം ഘട്ടത്തിലേക്ക് കടന്നത്. പ്രതിമാസം പ്രീമിയം 187 രൂപ കൂടി വർദ്ധിപ്പിച്ച് 687 രൂപയാക്കി. കൂടുതൽ ആശുപത്രിയെ ഉൾപ്പെടുത്തി പദ്ധതി കൂടുതൽ സമഗ്രമാക്കുമെന്ന ഉറപ്പിൽ വിശ്വസിച്ച് പെൻഷൻകാർ ഇപ്പോൾ ചതിക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തേക്കാൾ ഒരു പുരോഗതിയും നിലവിൽ ഇല്ലെന്ന് മാത്രമല്ല, സംസ്ഥാന, ജില്ലാ, താലൂക്ക് കേന്ദ്രങ്ങളിൽ പരാതി പരിഹാര സെൽ രൂപീകരിക്കുമെന്നും ഇതര വൈദ്യശാസ്ത്ര മേഖലയിലെ ആശുപത്രികളിലും ഈ പദ്ധതിയുടെ പരിധിയിൽ വരുമെന്നുള്ള സർക്കാരിൻ്റെ വാക്കുകളും ജലരേഖ പോലെയായി. ഈ ഘട്ടത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾ സർവീസ് പെൻഷൻകാരെ മുൻനിർത്തി ഞങ്ങൾ ഉന്നയിക്കുന്നു. ചികിത്സ തേടുന്ന പെൻഷൻകാർക്ക് പൂർണ്ണമായും പണരഹിത ചികിത്സ ലഭിക്കത്തക്ക വിധം പദ്ധതി പുനർസംഘടിപ്പിക്കണം. അതിനായി പ്രീമിയം തുക ശാസ്ത്രീയമായി പുനർക്രമീകരിച്ചാലും അനുവദിക്കാവുന്നതാണ്. 2. മെഡിസിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വകാര്യ കമ്പനിക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. പകരം സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ പദ്ധതി ഏറ്റെടുത്ത് നിർവഹിക്കണം. ആ രൂപത്തിൽ പദ്ധതിയെയും വകുപ്പിനെയും ആവശ്യാനുസരണം ഉടച്ചു വാർക്കണം. പദ്ധതി പരിഹാര സംവിധാനം എല്ലാ തരത്തിലും ശക്തിപ്പെടണം. സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ അതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന വാഗ്ദാനം സർക്കാർ പാലിക്കുകയും വേണം. ഈ പദ്ധതിയുടെ മറവിൽ സ്വകാര്യ ഇൻഷുറൻസ് ഭീമന്മാരുടെ കീശ വീർപ്പിക്കാൻ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ വിട്ടുകൊടുക്കരുത്. മേൽ സൂചിപ്പിച്ച ആവശ്യങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്.
അതിലേക്ക് എല്ലാ സർവീസ് പെൻഷൻകാരുടെയും സഹായ സഹകരണവും പങ്കാളിത്തവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം 27/4/26. സുകേശൻ ചൂലിക്കാട് പ്രസിഡന്റ്, എൻ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ. പി കെ ശ്രീരാജകുമാർ പ്രസിഡന്റ്, കെ സി തമ്പി സെക്രട്ടറി, ഭരതരാജൻ മാസ്റ്റർ ട്രഷറർ, സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ, തൃശൂർ ജില്ലാ കമ്മിറ്റി.